25,000 போங்க. 25,000 மாட்டு ரியல்னா கம்முன்னு பேசக்கூடாது. கம்முன்னு உண்ணா ಹಿಂಗ ಸಿಟ್ ಮಾಡಿದಂದ್ರೆ ಇನ್ನೊಂದು ಟೈಮ್ ಹಸುನೇ ಬರಲ್ಲ. ಬಟ್ಟೆ ಚಿಕ್ಕ ಬಟ್ಟೆ ಬಿಡಿ. சிந்தாமணி மார்க்கெட்ல எந்த பசு வாங்கினாலும் 90% இப்ப பசுக்குட்டி தான். പശുക്കുട്ടി തന്നെ ആയിരിക്കും ഇവിടെ കളിക്കുന്ന പശുക്കൾക്ക്. எல்லாமே ஃபர்ஸ்ட் லாக்டேஷன் செகண்ட் லாக்டேஷன் ചേട്ടാ. ചേട്ടാ പല്ല് ഇടില്ല മിൽക്ക് ടീത്ത്. അടിപൊളി. ഇത് പാൽപ്പല്ലാണ് കേട്ടോ. ചേട്ടാ രണ്ട് കൂടി ഒരു 50 ലിറ്റർ കിട്ടും ചേട്ടാ. അതായത് 25 വരെ നമുക്ക് പാൽ കപ്പാസിറ്റി ഉള്ള തരത്തിലുള്ള പശുക്കളാണ് ഇത്. 80-90 രൂപ അതിനകത്ത് വരുന്ന രീതിയിലുള്ള രണ്ട് കിടുക്കാച്ചി പശുക്കളാണ്. നമുക്ക് 20 ഉറപ്പായിട്ട് കിട്ടും ചേട്ടാ. കൂടുതൽ പാലും നല്ല ആരോഗ്യമുള്ള ടോപ്പ് ക്വാളിറ്റി HF പശുക്കളെ നമുക്ക് കുറഞ്ഞ വിലയിൽ വിലപേശി വാങ്ങാൻ കഴിയുന്ന ഒരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചിന്താമണി മാർക്കറ്റിലാണ് കേട്ടോ. അതായത് ഒരു 20 ലിറ്റർ തന്നെ കന്നി പ്രസവത്തിൽ കിട്ടത്തക്ക രീതിയിലുള്ള ആ ഒരു റേഞ്ചിലുള്ള പശുക്കളാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ പൊതുവേ വരാറ്. നമ്മളോടൊപ്പം ഉള്ള ഇപ്പോൾ നമ്മുടെ ഗൗതം ബ്രോ ആണ്. നമുക്ക് ഈറോഡ് മാർക്കറ്റിൽ നിന്നാകട്ടെ ചിന്താമണി മാർക്കറ്റിൽ നിന്നാകട്ടെ നല്ല ടോപ്പ് ക്വാളിറ്റി പശുക്കളെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മാക്സിമം കുറഞ്ഞ വിലയിൽ എടുത്തു തരുന്ന ആളാണ് ഗൗതം ബ്രോ. നമുക്ക് മൊത്തത്തിൽ ഇന്ന് എത്ര പശുക്കൾ? എനിക്ക് 25 പശു മേടിച്ചെടുക്കും. 25ഓളം പശുക്കൾ. ഇതേ കണ്ടത് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള നല്ല കിടുക്കാച്ചി 25ഓളം പശുക്കളാണ് നിൽക്കുന്നത്. നമുക്കിതിപ്പോൾ എത്ര ഡെലിവറി വെച്ചിട്ടുള്ളത്? ചേട്ടാ எல்லாமே ഫസ്റ്റ് ലാക്ടേഷൻ സെക്കൻഡ് ലാക്ടേഷൻ ചേട്ടാ. ഫസ്റ്റ് സെക്കൻഡ് മാത്രമാണ് ചേട്ടാ. 3 പശു வந்து പ്രസവിച്ചത് മേടിച്ചെടുക്കും. മറ്റേ എല്ലാ പശു ചെനപ്പശുക്കളാണ്. ഒട്ടകപ്പൊക്കമുള്ള രണ്ട് അടിപൊളി കിടുക്കാച്ചി പശുക്കളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. മച്ചാൻ നമുക്ക് ഇത് എത്ര ലിറ്റർ പാല് കിട്ടും? ചേട്ടാ രണ്ട് കൂടി ഒരു 50 ലിറ്റർ കിട്ടും ചേട്ടാ. 50 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല മടിസെറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് വെയിറ്റ്. ഇതേ നമ്മുടെ ഗൗതം ബ്രോയുടെ ഏകദേശം തോൾ പൊക്കമുണ്ട്. മച്ചാൻ എത്ര ഹൈറ്റ് ഉണ്ട്? ചേട്ടാ ഞാൻ ഒരു 5.5 അടി இருக்கும். 5.5 അടി ഉണ്ട്. ചേട്ടാ ഫസ്റ്റ് ലാക്ടേഷൻ ആണല്ലേ? ജർമ്മൻ ബ്രീഡ്. ആമാ ചേട്ടാ. അത്യാവശ്യം പല്ലെന്ന് കാണിച്ചു മച്ചാനെ. ചേട്ടാ പല്ല് ഇടില്ല മിൽക്ക് ടീത്ത്. അടിപൊളി. ഇത് പാൽപ്പല്ലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതിപ്പം പ്രസവിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ചേട്ടാ നൈറ്റ് ഇത് പ്രസവിച്ചിരിക്കും. നൈറ്റ് രാത്രിയാണ് പ്രസവിച്ചിരിക്കുന്നത്. എന്ത് കുട്ടിയായിരുന്നു? ചേട്ടാ പശുക്കുട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് രണ്ടാം പേരാണ്. ഇത് അത്യാവശ്യം നല്ല മടിസെറ്റ് കാര്യങ്ങളും നല്ല ആരോഗ്യമുള്ള നമ്മളെ എന്താ പറയാ ഒട്ടക വലിപ്പം തന്നെ ഉള്ള ഒരു പശുവാണ്. നമുക്ക് ഇതിന്റെ കാര്യം എങ്ങനെയാണ്? ഇതിപ്പോ എത്ര ദിവസമായി ചേട്ടാ പ്രസവിച്ചിട്ട്? ഇത് നൈറ്റ് தான் ചേട്ടാ പ്രസവിച്ചിരിക്കും. ഇന്നലെ തന്നെ പ്രസവിച്ചു. എന്ത് കുട്ടിയാണ് ചേട്ടാ? ഇത് പശുക്കുട്ടി. രണ്ടും പശുക്കുട്ടി. ചേട്ടാ ഇവിടെ வந்தா மேக்ஸிமம் பசுக்குட்டி தான் இட்டு சேட்டா. ABS சம்பந்தம் இட்டு இருக்கு. இவட சிந்தாமணி மார்க்கெட்ல எந்த பசு வாங்கினாலும் மேக்ஸிமம் 90% ഇപ്പൊ പശുക്കുട്ടി തന്നെ ആയിരിക്കും കളിക്കുന്ന പശുക്കൾ. ഓക്കെ, അതെന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇതെങ്ങനെ പോയി? ചേട്ടാ ഇത് 2.20 മേടിച്ചത്. 2.20. അതായത് 1.10 നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എവിടെയൊക്കെ പോകുന്നത്? ചേട്ടാ സേലം പോകുന്നത്. സേലം നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന രണ്ട് പശുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഒരു 80-90 രൂപ അതിനകത്ത് വരുന്ന രീതിയിലുള്ള രണ്ട് കിടുക്കാച്ചി പശുക്കളാണ്. ക്രോസ് ബ്രീഡാണ് കേട്ടോ. പക്ഷേ എങ്കിൽ തന്നെ ഒരു 20 ലിറ്ററിന് മുകളിൽ പാൽ കപ്പാസിറ്റി കിട്ടത്തക്ക രീതിയിലുള്ള നമുക്കുള്ള ആ രീതിയിലുള്ള പശുക്കളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എടുത്തിരിക്കുന്ന ആള് ധർമ്മപുരി പോകുന്നല്ലേ? ധർമ്മപുരി അല്ലേ? ഓക്കെ. അപ്പം തമിഴ്നാട്ടിലോട്ട് പോകുന്ന പശുവാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് ക്വാളിറ്റി നല്ല സുന്ദരി രണ്ട് പശുക്കൾ കേട്ടോ. നമുക്ക് വെച്ചാൽ ഇതെങ്ങനെയാണ്? ചേട്ടാ രണ്ട് സുന്ദരി പശു தான். ഓക്കെ. 2 പല്ല് 4 പല്ല് കടിഞ്ഞൂലാണ്. കടിഞ്ഞൂൽ എന്ന് പറയുമ്പോൾ ഇതിനൊരു ക്വാളിറ്റി കണ്ടില്ലേ? നല്ല കിടുക്കാച്ചി പശുവാണ്. നമുക്ക് ഫാമിലൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമായിരിക്കും കേട്ടോ. ആ നിലയ്ക്കുള്ള ഗ്ലാമർ ആയിട്ടുള്ള രണ്ട് പശുക്കളാണ്. ശരിക്കും അത്യാവശ്യം മടിസെറ്റ് കാര്യങ്ങളുണ്ടല്ലോ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ചേട്ടാ? இன்னொரு 10 ദിവസം പിടിക്കും ചേട്ടാ. 10 ദിവസം ഉണ്ടല്ലോ? രണ്ടുമേ 10 ദിവസം தான் പിടിക്കും. നമുക്ക് 20 ഉറപ്പല്ലേ? 20 ഉറപ്പായിട്ട് കിട്ടും ചേട്ടാ. ചിന്താമണി പശു എന്ന് പറയുമ്പോൾ കന്നിയിൽ തന്നെ നമുക്ക് ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ കണ്ടിപ്പാ ചേട്ടാ. അതെ. നമുക്ക് എങ്ങനെ ആയിരിക്കുന്നത് ചേട്ടാ? ഇത് 2 രൂപയ്ക്ക് മേലെ വന്നിരിച്ചു ചേട്ടാ. അതായത് ഒരു രൂപ വെച്ചിട്ട് ശരാശരി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ടാ പോകുന്നത് ചേട്ടാ? இந்த 2 பசு കൂടി கிருஷ்ணகிரி போகுது ചേട്ടാ. கிருஷ்ணகிரி போவாரா? ஆமா சேட்டா. அப்ப அதனால நம்ம ஹேண்ட் ஓவர் ചെയ്യാനായിട്ട് പോവാണ്. அண்ணா தான் எடுத்துருக்காரு. ஓகே. சேட்டா சாமி கடவுளை அப்படியே கொடுக்கும்போது 10 ലക്ഷം രൂപ முதல்ல റൈറ്റ് പോകും. എങ്ക അവരെ? അപ്പോൾ നമ്മുടെ ഗൗതമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ